ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ ഇന്നത്തെ വിഷു നമ്മുടെ ഫ്ലവേഴ്സ് TV UK ആൻഡ് യൂറോപ്പിനെ കൂടെ ആഘോഷിച്ചാലോ? അതിനായി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡർബിയിലുള്ള ഹൗസ് ബോട്ട് എന്ന റെസ്റ്റോറൻ്റ് ആണ്. ഇതൊരു കേരള റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കണ്ടാലോ? സോ ജസ്റ്റ് ഫോളോ us. ഹാപ്പി വിഷു. എന്തായി, എല്ലാരും എത്തിയോ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. അപർണ ചന്ദ്രൻ തൊട്ട് കൊടുക്കൂ. താങ്ക് യു. ഹാപ്പി വിഷു. നമ്മുടെ ഫ്ലവേഴ്സ് TVയുടെ വിഷു സെലിബ്രേഷൻ്റെ ഇൻട്രാക്ഷൻ ആണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ആ ഇൻട്രാക്ഷൻ വേറെ ആരുമല്ല, നമ്മുടെ ഡർബിയിലെ ദ ഹൗസ് ബോട്ട് ഫാമിലി, ദ റെസ്റ്റോറൻറ്റ് ടീമാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഫാമിലിയുടെ കൂടെ നമ്മുടെ കൂടെ ഉള്ളത് UK നല്ല ശക്തമായ ഇൻഫ്ലുവൻസേഴ്സ്. നല്ല എഴുതി. അതെ, അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ നടത്താൻ പോകുന്നത് ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ ഇവിടുത്തെ കലാപരിപാടികളെല്ലാം തീർന്നല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നല്ലേ? അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്തോ ഫ്ലവേഴ്സ് TVയിലൂടെ ഇന്നത്തെ വിഷു? ഓഫ് കോഴ്സ്. താങ്ക് യു. നിങ്ങൾ എല്ലാവരും സൂപ്പർ ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് താങ്ക്സ് ടു ദ റെസ്റ്റോറൻറ്റ് ടീം, ദ ഫാമിലി. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നതിന് ഞങ്ങൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. ഇതിൻ്റെ ആംബിയൻസ് തന്നെ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഒരു രീതിയിലല്ലേ, അതിൻ്റെ ഒരു കേരള തനിമയും എല്ലാം ഒത്തുചേർന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. സോ താങ്ക്ഫുൾ ഫോർ ബീങ് ഹോസ്റ്റിംഗ് ദിസ് പ്രോഗ്രാം ഓവർ ഹിയർ. താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫാമിലിയിലോട്ട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം മൊത്തത്തിൽ? ചോദിക്കുമ്പോൾ ഈ എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം ആദ്യം ഞങ്ങൾ അങ്ങോട്ടാണ് ചോദിക്കുന്നത്. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ 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 അതെ, അത് വളരെ അത്യാവശ്യമാണ്. വിഷു എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ 1 കണി, 2 കൈനീട്ടം, 3 സദ്യ. ഓക്കെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അവര് വേണം നമ്മളോട് പറയാനായിട്ട്. ഓക്കെ. പക്ഷെ ഓവറോൾ പ്രോഗ്രാം നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫ്ലവേഴ്സ് TV ഒരുക്കിയിരുന്നത്? അതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വളരെ നല്ല രീതിയിലായിരുന്നു കാര്യങ്ങളെല്ലാം. വെൽ കോർഡിനേറ്റഡ് ആയിരുന്നു. ഓക്കെ. എല്ലാം അതിമനോഹരമായിരുന്നു. ഓക്കെ. ഇനി വേറെ ആർക്കൊന്നും പറയാനില്ലേ? പറയുന്നില്ലേ? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസസ് ഇവിടെ വന്നതും ഫ്ലവേഴ്സ് TV ആയിട്ടും 24/7 ആയിട്ടും ഭയങ്കര ഒരു ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അതെ, ആദ്യമായിട്ട് നമ്മുടെ UK ഫ്ലവേഴ്സ് UK ആൻഡ് യൂറോപ്പ് നമ്മുടെ ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു പരിപാടി അല്ലേ? അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇൻഫ്ലുവൻസസിലൂടെ എനിക്ക് കിടക്കാം. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം തന്നെ പറഞ്ഞു സദ്യ. നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? നമ്മുടെ ഷെഫ് തന്നെ പറയട്ടെ അല്ലേ? സദ്യ ശരിക്കും നമ്മുടെ തെലങ്കാനൊക്കെ പറഞ്ഞ കെങ്കേമായിരുന്നു സദ്യ തന്നെ പറഞ്ഞു. ഇരിക്കുന്ന ഷെഫ്മാരെയൊക്കെ കണ്ണുകൾ കണ്ടാൽ അറിയാം കഴിഞ്ഞ രാത്രി മുതൽ. അത് എന്തല്ല, നമ്മുടെ ഹെഡ് ഷെഫ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ജോമൻ ചേട്ടൻ ഇപ്പൊ വരും, പുള്ളിയെ എനിക്ക് തൃപ്തിപ്പെടുത്തണം. അതായിരുന്നു മെയിൻ ഹൈലൈറ്റ് അല്ലേ? പിന്നെ അവർ എഫേർട്ട് ഭയങ്കരമാണ്. കാരണം ഈ സദ്യ എന്ന് പറയുമ്പോൾ തലേന്ന് രാത്രിയിലേക്ക് കയറി അത് ഉണ്ടാക്കി വെച്ച് പിന്നെ അത് വിളമ്പുന്ന സമയം വരെ ഒരു 12 മണിക്കൂർ പ്രോസസ്സാണ്. അപ്പം അത് എടുക്കുന്ന എഫേർട്ടും അതിന് കിട്ടുന്ന യൂണിറ്റിയുമാണ് സദ്യയുടെ ഏറ്റവും വലിയ കാര്യം. പക്ഷെ അത് നമുക്ക് അറിയാൻ പറ്റി, അത് അനുഭവിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ. താങ്ക് യു. അത് മാത്രമല്ല, ഇവര് വന്ന ഉടനെ നമുക്ക് സ്വീകരിച്ച സ്വീകരണം അല്ലേ, അതാണ് എനിക്ക് തോന്നുന്നത് വിഷുവിന് നമുക്ക് എല്ലാവർക്കും കൈനീട്ടം തരാനുള്ളൊരു മനസ്സ് കാണിച്ചു. താങ്ക് യു സോ മച്ച് അല്ലേ? അതിനെക്കുറിച്ച് എന്താണ് ഒരു 2 വാക്ക്? മനസ്സിന് എപ്പോഴും സന്തോഷം വരിക നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണല്ലോ. കുട്ടിക്കാലത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടം വിഷുവിനെക്കാട്ടിൽ പടക്കം പൊട്ടിക്കുക, കൈനീട്ടം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ കൈനീട്ടം നമുക്ക് കിട്ടിയപ്പോ ആ ഒരു കുട്ടിക്കാലത്തിലേക്ക് എനിക്ക് എല്ലാവരും പോയിട്ടുണ്ടാവാം, ആ ഒരു ഓർമ്മകള്. അപ്പൊ അതിന് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു മൂമെന്റ് തന്നെയായിരുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു അത്. സോ ബേസിക്കലി ഹാൻഡ്സ് ഓഫ് ടു യു ഗൈസ്. ആ ഒരു ഇനിഷ്യേറ്റീവ്, ആ ഒരു ആക്ച്വലി ആക്ടിവിറ്റി ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നമ്മളിവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും തന്നെ ബേസിക്കലി കൈനീട്ടമുണ്ട് എന്ന് പറയുന്നത് അത് എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ആക്ച്വലി. But yeah, it was actually it was really great. Okay, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പല ജനറേഷനുള്ള ആൾക്കാരുണ്ട് അല്ലേ? ഇപ്പോൾ UK നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലുള്ള വിഷുവും അല്ലെ നമ്മൾ ചെറുപ്പകാലത്ത് വെച്ച വിഷുവും ഇവിടുത്തെ വിഷുവും തമ്മിൽ എന്താണ് വ്യത്യാസം? അല്ലെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഫീൽ ചെയ്യുന്നത്?
ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും തീരെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ പൂ പൊട്ടിക്കാനൊക്കെ പോയിട്ടുണ്ട്. തുമ്പപ്പൂ പറിക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു കുട്ടിക്കാലത്തിന്റെ മെമ്മറിയാണ്. ഒരുപാടില്ല, തീരെ ചെറിയ പ്രായത്തില്. ഓക്കെ, ഇപ്പൊ ഇതുപോലത്തെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വിഷു ഓർമ്മകൾ ആർക്കെങ്കിലും പറഞ്ഞോളൂ. ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്നത് ഇപ്പൊ എൻ്റെ ഫാമിലിയിൽ ഞങ്ങൾക്ക് വെജിറ്റബിളിന്റെ ഷോപ്പ് ഉണ്ട്. അപ്പോൾ വിഷുവിന് ഞങ്ങൾക്ക് ആദ്യം വരുന്ന വെള്ളരിക്ക, കണിവെള്ളരിക്ക നമുക്കിങ്ങനെ ഒരു ലോഡ് കണക്കിന് വന്ന് ഇറങ്ങും. അപ്പോൾ ആളുകൾ രാവിലെ വരുന്നു, അതിൻ്റെ തലേദിവസം വന്നെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അതാണ് നമ്മുടെ ആദ്യം കണി കാണുക, അതാണ് നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. പിന്നെ നമ്മൾ അടുത്തുള്ള വീടുകളിൽ പോയി കണിക്കുന്ന പൊട്ടിച്ചുകൊണ്ട് വരും, എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫയർ വർക്ക്സ്, പടക്കം പൊട്ടി, അതാണല്ലോ മെയിനായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്. നമുക്ക് വിഷു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് വരുന്ന ഒരു ഇതാണ്. വൈകിട്ട് എല്ലാവരും കൂടി കമ്പിത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പക്ഷെ എൻ്റെ ഓർമ്മയിൽ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് മീശമാതനില് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്ന് നിന്നിട്ട് അത് എല്ലായിടത്തും ഉണ്ടോ? എനിക്കൊന്ന് ഞങ്ങളുടെ അടുത്തൊന്നും അത് അങ്ങനെയൊക്കെ റിയൽ ആയിട്ടുള്ളതാണോ? പാലക്കാട്, അതെ, ഓക്കെ. പാലക്കാടില് എന്റെ അമ്മേന്റെ നാട് പാലക്കാട്. ഓക്കെ, അവിടെയൊക്കെ ഇങ്ങനെ ഓരോ വീടുകളിൽ പോയിട്ട് കണി കാണിക്കുന്ന ഒരു രീതിയുണ്ട്. മീശമാതനിലെ പോലെ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? 5 വർഷം ഇല്ലില്ല. എന്റെ നാട്ടില് ഈ കണി കാണിക്കാൻ വരുന്നൊന്നുമില്ല, പക്ഷെ ഇവരുടെ നാട്ടിലെ ഈ പാലയിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നത് പല സ്ഥലത്തും പല രീതിയിലാണ് വിഷു ആഘോഷിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നോർമലി നമ്മൾ രാവിലെ എണീറ്റ് കണി കാണുക അല്ലേ, അതെങ്ങനെയാണ്? അപ്പൊ എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ എല്ലാവരും ഉണ്ടായിരിക്കും. ഞാനൊരു ക്രിസ്ത്യനാണ്, അതുകൊണ്ടാട്ടോ സംശയം. നോർമലി അമ്മമാരാണല്ലോ നമ്മളെല്ലാരും വിളിച്ചുകൊണ്ട് കാണിക്കുന്നത്. ഈ അമ്മമാരെ ആരെയും കാണിക്കുന്നത്? അവര് കണ്ണടച്ചുകൊണ്ട് പോകും. ഇല്ല, എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വിളക്കും തലേദിവസം തന്നെ വെളുപ്പിന് ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴാണ് കാണുന്നത്. അപ്പൊ രാവിലെ തന്നെ അവര് രാത്രി തന്നെ അതെല്ലാം ഒരുക്കി വെക്കും. എന്നിട്ട് മമ്മിയൊക്കെയാണ്, എന്റെ അമ്മയാണെന്ന് വെച്ചാൽ അതിന്റെ അടുത്തായിരിക്കും കിടക്കുന്നത് തന്നെ. അപ്പം രാവിലെ എഴുന്നേറ്റ് ആദ്യം ശ്രീകൃഷ്ണന്റെ വിഗ്രഹം ഉണ്ടാവും. അപ്പൊ മമ്മി തന്നെ കണ്ണിങ്ങനെ തുറന്ന് ആദ്യം വിഗ്രഹം കണ്ടിട്ട് പിന്നെ മമ്മി ഓരോരുത്തരെ കണ്ണു കുത്തിക്കൊണ്ട് കാണിക്കും. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിഷുവിനെ കുറിച്ച് കേട്ടല്ലേ. അപ്പം എനിക്ക് വിഷുവിനെ ചോദിക്കാനുള്ളത്, നമ്മുടെ UK വിഷു നാട്ടിലെ വിഷു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? പക്ഷേ നിങ്ങൾ നാട്ടിൽ എങ്ങനെയാണ് വിഷു ആഘോഷിക്കുന്നത് ഇവിടെ പറഞ്ഞു. അപ്പൊ UK എങ്ങനെയാണ് വിഷു ആഘോഷിക്കുന്നത്? ഇവിടുത്തെ വീടുകളിൽ ഇപ്പോൾ ഉണ്ട്, പറഞ്ഞോളൂ. നമ്മുടെ നാട്ടില് നമ്മൾ സാധാരണ അറിയാലോ, ഇപ്പൊ എല്ലാവരും പറഞ്ഞു വിഷു ആഘോഷിക്കുന്നത്. UK എത്തുമ്പോൾ കൂടുതലും ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരിക്കും. അതല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരുപാട് മലയാളി അസോസിയേഷനുകളുടെ പ്രോഗ്രാമുകൾ നടക്കാറ്. അങ്ങനെ വേദികളിലായിരിക്കും കൂടുതലും വിഷു ആഘോഷിക്കുക. എല്ലാവരും ഒന്നിച്ചു കൂടി സദ്യയൊക്കെ ഒരുക്കി അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പം ഈ UK മഞ്ഞും മഴയും തണുപ്പും കാറ്റും ഒക്കെ ഉള്ളതിനിടയിലും നമ്മുടെ നാട്ടിലെ ഓർമ്മകളും പേറിയാണ് ഇവിടെ ജീവിക്കുന്നത്. വൈലപ്പള്ളിയുടെ വാക്കുകൾ തന്നെ നമുക്ക് ഓർക്കാം. ഏത് ധൂസര സങ്കല്പങ്ങളിൽ ജീവിച്ചാലും, ഏത് യന്ത്രവൽകൃത ജീവിതം തുടർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ മണവും മമതയും ഒരിത്തിരി കൊന്ന പൂക്കളും. കവിയല്ലേ? ആണല്ലേ? എന്ത് മനോഹരമായിട്ടാണ്. ഒരു കൈയടി കൊടുത്തേ. നല്ലൊരു കവിത ചൊല്ലിയതിന് രാജേട്ടാ സമ്മതിക്കണം. ദാറ്റ് വാസ് സോ ഗുഡ് കേട്ടോ. അപ്പൊ നല്ല ശബ്ദമല്ലേ, എന്ത് രസത്തിലാണ് അത് പറഞ്ഞത്. പുള്ളി ആദ്യം വന്നിട്ട് പിന്നെ പോയിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് പിന്നെ രണ്ടാമത് അപ്പം അത് വേറൊരു സിംഗർ ഡിറ്റോ. ഞാൻ ഇങ്ങോട്ട് വരാൻ ഇരിക്കുവായിരുന്നു. എന്നാ നമുക്ക് ഡിറ്റോയെ കൊണ്ട് ഒരു പാട്ട് പഠിപ്പിക്കാം അല്ലേ? എന്നാ ഡിറ്റോ ഒരു പാട്ട്. നല്ല മനോഹരമായി പാടി. ഫാമിലിയോട് തന്നെ ചോദിച്ചേക്കാം, ഹൗസ് ബോട്ടിന്റെ എന്തൊക്കെ നിങ്ങൾ ഇങ്ങനെ ട്രഡീഷണൽ വീറ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാട്ടിലുള്ളവരും അറിയണ്ടേ? ബുദ്ധിമുട്ട് വരാറില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നാട്ടിൽ പോയി കഴിയുമ്പോൾ ക്രിസ്മസ്, ഈസ്റ്റർ, ഇതിനുള്ള കംപ്ലീറ്റ് ഡ്രസ്സുമായിട്ടാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടി ഇല്ല. അത് ഇടാനുള്ള ആഗ്രഹമാണല്ലേ? സദ്യ വിളമ്പുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടില് വിഷു സദ്യ കഴിക്കുന്ന സ്ഥലത്തിരുന്ന് ചെമ്പ്രം മടഞ്ഞിരുന്ന് കഴിക്കുന്നതാണ്. ഇവിടെ ഒരാൾ പോലും ചെയ്യില്ല. എല്ലാവരും ടേബിളും ചേർന്ന്. കാരണം ഈ ജോമി പറഞ്ഞ പോലെ ഈ കൊണ്ടുവരുന്ന ഡ്രസ്സ് ഉടയാതെ ഈ
വളയും മാലയും ഒക്കെ കൊണ്ടുവരുന്ന സ്ത്രീകളെ കുറ്റം പറയുന്നതല്ല, ഈ സാരിയൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് എല്ലാരും ഒന്ന് കാണണ്ടേ, കൊണ്ടുവരുന്നതല്ലേ നാട്ടിൽ നിന്നല്ലേ ജോലി. ഒരുങ്ങുന്നതല്ലേ? മനസ്സെടുത്ത് കൈ വളർത്തണ്ടേ? അതില് ഡ്രസ്സിനെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇവിടെ ഈ കയ്യിലാണെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മരിച്ചുപോലും. എനിവേ, എന്തായാലും ദാറ്റ് വാസ് സോ ഫൺ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? എന്തെങ്കിലും? ഇവിടെ 2 കപ്പിൾസ് ഇരിപ്പുണ്ട്, നല്ല മനോഹരമായിട്ട് ഒരേപോലത്തെ വേഷവിധാനം വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴും ചെറുപ്പക്കാരാണ് എന്ന് തെളിയിച്ചുകൊണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ വിഷു ഇപ്പോൾ ആക്ച്വലി 2001-2002 ആ സമയത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബേസിക്കലി കല്യാണം കുറച്ച് വിപ്ലവമായിട്ടുള്ള കല്യാണമാണ്. സോ ഷീസ് എ ക്രിസ്ത്യൻ, ഹിന്ദു. അപ്പം അങ്ങനെയായിരുന്നു ആക്ച്വലി അവൾക്ക് ബേസിക്കലി വിഷുക്കണിയുടെയും എല്ലാം വെച്ച് ചെയ്തത്. ബട്ട് അതർവൈസ് നമ്മൾ സാധാരണ ആക്ച്വലി ഏറ്റവും ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ബേസിക്കലി കൊന്നപ്പൂവിന്റെ കാര്യമാണ്. ഓക്കെ, ഇവിടെ ആക്ച്വലി പ്ലാസ്റ്റിക് ആണ്. അപ്പം അവിടെ വെച്ചിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ ഓക്കെ 2 മക്കളുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ആക്ച്വലി കണിയൊരുക്കുക. അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ബേസിക്കലി വിഷുക്കൈ നീട്ടം. ഓക്കെ, ഏത് കളർ നോട്ടാണ് കൊടുക്കുക എന്നുള്ളതാണ് നോക്കുക. അത് കഴിഞ്ഞിട്ട് ബേസിക്കലി അവിടെ സദ്യ, പായസം. ആദ്യമത്തെ 2 വർഷം കുറെ കഷ്ടപ്പെട്ടു, മനസ്സിലായില്ല എന്താണെന്നുള്ളത്. ആരും കാണിച്ചു തരാനില്ല, മുന്നിലാണ് കാണിച്ചു തരുന്നത്. അപ്പൊ ആദ്യമത്തെ 2 പ്രാവശ്യം ഞാൻ ആണ് കണി കണ്ടത്. പിന്നെ അത് ടേക്കൺ ഓവർ ആൻഡ് പിന്നെ ഇപ്പം പിള്ളേരെയും ആ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് എല്ലാം ആഘോഷിക്കാമല്ലോ, ക്രിസ്മസ്, ന്യൂ ഇയർ എല്ലാം ആഘോഷിക്കാം. എന്റെ അറിവിൽ ഇവിടെ 3 പേര് നോർത്ത് ഇന്ത്യയിൽ ബോൺ ആൻഡ് ബോട്ടപ്പ് ആണ്. സ്മൃതി, ആൻസി, നിങ്ങളുടെ അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു വിഷു നിങ്ങൾ ആഘോഷിച്ചോണ്ടിരുന്നത്? ഈ ജനറേഷനിലെ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. ചാനലിൽ സിനിമ വരുമായിരുന്നു. സോ ഐ യൂസ് ടു വെയിറ്റ് ലൈക്ക് നമ്മുടെ സിനിമ 3 സിനിമ ആ ദിവസം പുതിയ സിനിമ വരുന്നത്, പിന്നെ സദ്യ, കൈനീട്ടം. അത് എന്റെ മെമ്മറിയിലുള്ള എപ്പോഴും ഉള്ള. അപ്പൊ ഇപ്പൊ ഉള്ള ജനറേഷൻ അതൊന്നും മനസ്സിലാവത്തില്ല. യൂട്യൂബ് ഉണ്ട്, സിനിമ ഉണ്ട്. പക്ഷെ ഞാൻ അതായിരുന്നു എപ്പോഴും വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. എനിക്ക് നല്ല പുതിയ സിനിമകൾ കാണാവുന്നുള്ളത്. അത് 2-3 സിനിമ വരും. അങ്ങനെയുള്ള കുറെ എക്സ്പീരിയൻസ്. അതെനിക്കൊന്ന് എല്ലാവർക്കും മെമ്മറി ഉണ്ടെന്ന് തോന്നുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. ഞങ്ങളുടെ പിള്ളേരുടെ ഒരു പണി എന്ന് പറയുന്നത് കണിക്കൊന്ന തപ്പുക. നെയ്ബേഴ്സിന്റെ ഒക്കെ വീട്ടിൽ ചിലപ്പം മരം ഉണ്ടാവും. അപ്പൊ അവരോട് പോയി ചോദിക്കുക, പിന്നെ കണി ഒരുക്കുക, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുക, പിന്നെ സദ്യ, പിന്നെ കൈനീട്ടം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. എന്താണ് ഏത് നോട്ടാണ് കയ്യിൽ കിട്ടാൻ പോകുന്നത്, അതൊക്കെയാണ് ഓർമ്മ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വിഷുവിന് മിസ് ചെയ്യുന്നതായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇവിടെ പറയാം, എന്തെങ്കിലും വിഷുവിൽ മിസ് ചെയ്യുന്നേ? ബേസിക്കലി എല്ലാം ഫാമിലിയാണ്, നാട്ടിലുള്ള ഫാമിലി ബന്ധുക്കളെ എല്ലാവരും മിസ് ചെയ്യുന്നത്. മലയാളികൾക്ക് UK വന്നാൽ ഏറ്റവും കണി വിഷുവിനോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചെയ്യാനാണ് മസ്റ്റാർഡ് ഫാമുകൾ ഉണ്ട്. ഇവിടുത്തെ മസ്റ്റാർഡ് ഫാമുകളിൽ ഫുൾ ഗ്രീൻ ആയിരിക്കും. അപ്പൊ പ്രത്യേകിച്ച് ഗേൾസ് എല്ലാവരും ഇതിന്റെ നടുവിലൂടെ നടന്നിട്ട് വീഡിയോസ് ഷൂട്ടാണ്. അല്ല, ഫുൾ യെല്ലോ ആണ്. റീൽസ് ചെയ്യുക, മൊത്തം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു പ്ലേസ്. അത് എവിടെയാണ്? നമുക്ക് മോട്ടോർ വേയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ 2 സൈഡിലും കാണും. അപ്പൊ എവിടെ കണ്ടാലും എവിടെ ഇത് കണ്ടാലും അതിന്റെ നടുവിൽ 2 പേര് നടക്കുന്നുണ്ടെങ്കിൽ ഹൈ ചാൻസസ് മലയാളി ഒരു തമിഴായിരിക്കും. ഇവിടെ നമുക്ക് ട്രിവാൻഡ്രത്തില് പറയാൻ ഇവിടെ എന്താണ് വിഷു? ഏറ്റവും കൂടുതലായിട്ട് കാർഷിക ഉത്സവമായിട്ടാണ് വിഷു കരുതപ്പെടുന്നത്. ഓക്കെ. പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഓഫീസിലുള്ള ഫ്രണ്ട്സൊക്കെ പറയും, അവർ എങ്ങനെയാണ് വിചാരിക്കുന്നത് വെച്ചാൽ ശ്രീരാമൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് സീതാദേവിനെ കൊണ്ട് അയോധ്യയിലേക്ക് തിരിച്ചു വരുന്ന ദിവസമാണ് അവര് വിഷുവായിട്ട് കണക്കാക്കുന്നത്. ഈ കണി കാണിക്കുക, അതിന്റെ ഐതിഹ്യം എന്താണ്? കണി കാണുക, അത് നമ്മുടെ ആ ഒരു വർഷം സമൃദ്ധി, കൃഷി സമൃദ്ധി. അത് കൃഷ്ണനായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ആയത്? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഐതിഹ്യം എന്ന് പറയുന്നത്, എനിക്ക് ശ്രീകൃഷ്ണൻ നാരകാസുരനെ വധിച്ചൊരു ദിവസമാണ് ഈ വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ അതും എല്ലാം കൂടെ ലിങ്ക്ഡ് ആയിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ശരിക്കും വിഷു എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം മാങ്ങ, ചക്ക എല്ലാം ഈ ഏപ്രിൽ ഈ സമയത്താണ്. അതെ. അപ്പൊ അതിന്റെ സമൃദ്ധിനെ കാണിക്കാനാണ് ശരിക്കും നമ്മൾ കേരളത്തിലെ ആൾക്കാർ വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ കേട്ടു. പക്ഷെ എനിക്കിതിനകത്ത് നിങ്ങൾ ആരും പറയാത്തൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഒരു കുസൃതി വിഷുവിന്റെ എന്താണ്? എന്തെങ്കിലും ഒരു വിഷു സമയത്ത് എന്തെങ്കിലും ചെയ്ത ഒരു കുസൃതി എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കണ്ടാ അറിയാം ആണല്ലേ? ഇപ്പത്തെ ആണെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ, വളരെ നല്ല കുട്ടിയാണ്. ആണോ? ആണോ? ഓക്കെ. അപ്പൊ അവിടെ ഈ പറയുന്ന പോലെ
ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പൂത്തിരിയോ അല്ലെങ്കിൽ പടക്കങ്ങളോ അതൊന്നും ഇല്ലായിരുന്നു അവിടെ. അതൊക്കെ അവിടെ അലൗഡ് അല്ലായിരുന്നു ആ രാജ്യത്ത്. നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്ന സംഭവമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അന്ന് വീട്ടിൽ വരണമെന്നായിരുന്നു. വരുന്നവർ നമുക്ക് പിള്ളേർക്ക് കൈനീട്ടം തരുള്ളൂ. അപ്പൊ അതൊക്കെ നോട്ട് വലിയ നോട്ടൊക്കെ കിട്ടുമ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയായിരുന്നു. പിന്നെ തലേന്നാണ് ശരിക്കും അതിൻ്റെ ഒരു ആഘോഷം. നമ്മുടെ ഇപ്പോൾ കല്യാണമാണെങ്കിലും വിഷു ആണെങ്കിലും ഓണമാണെങ്കിലും തലേന്ന് നമ്മുടെ അങ്കിളും ആന്റിമാരും ഞങ്ങള് ചേട്ടനിയന്മാരെല്ലാം കൂടെ ചേർന്നിരുന്ന് ഒന്നിച്ച് നമ്മൾ പച്ചക്കറികൾ അരിയുക. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഒരു മൊമെന്റാണ്. അതൊക്കെയാണ് ഇപ്പൊ UK ശരിക്കും മിസ് ചെയ്യുന്ന ഒരു കാര്യം. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ അമ്മ വീട്ടിൽ പോവാ. അതൊരു പ്രത്യേകത. ആ ഒരു ഓർമ്മ എന്തെങ്കിലും, കാരണം എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും ഒരു പ്രത്യേകതയാ. അമ്മ വീട്, അമ്മ വീട്ടിലുമായിട്ട് എന്താണ് ഒരു വിഷു ഓർമ്മ? എന്റെ വീട്ടില് അമ്മ ഒരു പെൺകുട്ടിയാണ്, ബാക്കി അമ്മമാരാണ്. അപ്പൊ വിഷു കൈനീട്ടം തന്നെ പ്രത്യേകത. 4-5 അമ്മമാർക്കൂടെ ഒരു അനന്തരവനാ. എനിക്ക് പിന്നെ ഇനി അവസാനമായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം കേട്ടോ. എനിക്ക് തോന്നുന്നേ കേരള തനിമ എന്ന് പറയുന്നത് സെറ്റ് സാരിയും മുണ്ടും സെറ്റ് മുണ്ടും ഒക്കെയാണ് അല്ലേ? അതുപോലെ തന്നെ ആണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ മുണ്ട്. എന്റെ കാര്യം പറയുവാണെങ്കിൽ നീ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന നല്ല കറുത്ത ഷർട്ടും വെള്ള മുണ്ടും കരയുള്ള മുണ്ടും എടുത്ത ചെറുക്കന്മാരെ കാണാൻ വേണ്ടി തന്നെ ഞാൻ സ്കൂൾ കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പം അതാണ് എന്റെ ഒരു ഓർമ്മ. അതുപോലെ പെൺകുട്ടികൾ നിങ്ങൾക്ക് ആണുങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഓരോ സങ്കല്പങ്ങള്. ടിക്സൺ ചേട്ടാ എന്തായിരുന്നു? സ്വാഭാവികമായിട്ടും നമ്മള് ഇപ്പൊ വിഷു അതുപോലെ തന്നെ ഓണം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ UK നാട്ടിലാണെങ്കിലും നമുക്കൊരു നല്ല സെറ്റ് സാരി എടുത്ത് അതിൽ ഒരു ഗോൾഡ് കസവും എല്ലാം ആയിട്ട് എല്ലാം ഒരു മുല്ലപ്പൂവൊക്കെ ചൂടി നിൽക്കുമ്പോൾ അതിനൊരു സൗന്ദര്യം ഉണ്ടെന്ന് കൂട്ടുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ടിക്സൺ ചേട്ടൻ ആരെയും കണ്ടിട്ടുമില്ല, നോക്കിയിട്ടുമില്ല. കൂട്ടുകാരെന്ത് പറയുന്നു? എനിവേ എന്തായാലും ദാറ്റ് വാസ് സോ ഫൺ അല്ലേ? താങ്ക് യു സോ മച്ച്. ഇനി എന്തായാലും ഇപ്പൊ ഈ സെറ്റ് സാരി ഇതൊരു കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും. നമ്മുടെ ഈ ഹൗസ് ബോട്ട് റെസ്റ്റോറന്റ് ഫാമിലി ഒരു 3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫോർ ദ ബെസ്റ്റ് അറ്റയർ. ഓക്കെ, ഇതൊരു മനോഹരമായ വിഷു ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയല്ലേ? എനിക്കും നിങ്ങളുടെ അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ടിവിക്കും UK യൂറോപ്പിന് നമ്മുടെ നാട്ടിലുള്ളവർ എങ്ങനെയാണെന്ന് അറിയട്ടെ അല്ലേ? നമ്മൾ എങ്ങനെയാണ് വിഷു ആഘോഷിക്കുന്നത്? നമ്മളൊട്ടും മോശമല്ല അല്ലേ? അത് കാണിച്ചു അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ബെസ്റ്റ് അറ്റയറിനുള്ള സമ്മാനം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഹൗസ് ബോട്ട് റെസ്റ്റോറന്റിനുള്ള ഫാമിലിയെ തന്നെ വിളിക്കാം. അപ്പൊ മുന്നോട്ട് കടന്നു വരൂ. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുപ്പിക്കാം അല്ലേ അവർക്ക്? ഓക്കെ, സോ അപ്പം നമ്മുടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബെസ്റ്റ് അറ്റയർ കപ്പിൾ ആണ്. ഓക്കെ, അതിന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആരെ ആയിരിക്കും? അതെ, അപ്പൊ മാനസ് ചേച്ചി ചേട്ടാ പ്ലീസ് കം ഫോർവേഡ്. നമ്മൾ അവർ സെലക്ട് ചെയ്ത് കുറ്റം പറയാൻ പറ്റുമോ? നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ളതാണ്. അപ്പം ഒരു മോനെ ഒരു ഗിഫ്റ്റ് കൊടുത്തേ. അങ്കിളിന് എനിക്ക് ഗിഫ്റ്റ് കൊടുക്കുക. അയ്യോ ഹാപ്പി വിഷു. താങ്ക് യു. എന്തായാലും കപ്പിൾസിന് കൊടുത്തു. ഇനി നമുക്കൊരു സിംഗിൾ ആയിട്ട് കൊടുക്കാം അല്ലേ? അതിനു വേണ്ടി ഈ റെസ്റ്റോറന്റ് അവർ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തി അമൽ. അല്ലേ? എന്ത് മനോഹരമായിട്ടല്ലേ? ഹാപ്പി വിഷു. അടുത്ത സെലക്ട് ചെയ്തിരിക്കുന്നത് സ്മിത ചേച്ചി. Come on. മോനെ ഹാപ്പി വിഷു. എനിവേ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ എടുത്തതിന് താങ്ക് യു സോ മച്ച്. എല്ലാവരും സദ്യയിൽ ഇരുന്നു. അപ്പൊ നമുക്ക് ഓരോരുത്തരോട് ചോദിച്ചാലോ സദ്യയുടെ അഭിപ്രായം? ഇവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങിയേക്കാം. അടിപൊളി സദ്യ ആണല്ലേ? ഓരോ കറികളും എടുത്തു പറയേണ്ടത് നാട്ടില് കഴിച്ച. ചേച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് ഈ കറിയിൽ ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ കറി. ഇത് പച്ചടി. എനിക്ക് തോന്നേ ബീട്രൂട്ട് പച്ചടി. അല്ലെ? അടുത്തത് ഇവിടെ കാളൻ. സൂപ്പറാണ്. ഇവിടെ വന്നാലും കാളം പിടിക്കരുത്, ഭാര്യ പിടിച്ചെന്ന് പറഞ്ഞിട്ട്. അടുത്തത് അവിയൽ. ഓക്കെ, ചോറും സാമ്പാറും അടിപൊളിയായിട്ടുണ്ട്. ഓ, ഇഞ്ചിക്കറി സ്പെഷ്യൽ. അവിടെ
അപ്പം ഇതാണ് ഷെഫിന്റെ വൈശാഖ് ഏട്ടാന്ന് വിളിക്കുന്ന കുഴപ്പമുണ്ടോ ഷെഫ് എന്ന് വിളിക്കണോ? ഓക്കെ. ഞാൻ കേട്ടു നമ്മുടെ കോമൺവെൽത്ത് ബീയിങ്ങിന്റെ ഒളിമ്പിക്സിലെ ഷെഫ് ആയിരുന്നു അല്ലേ? അത് എന്തായിരുന്നു ഒന്ന് പറയാൻ പറ്റുമോ? ആക്ച്വലി നമ്മള് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ 3 times നമ്മൾ ഫുഡ് പ്ലേയേഴ്സിനും അവരുടെ കൂടെ വരുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഫുഡ് കൊടുക്കാനായിട്ട് അറൌണ്ട് ലൈക്ക് 4000 പീപ്പിൾ സോ ഒരു 3 ആഴ്ചത്തായിരുന്നു ആ ഒരു പ്രോസസ്. അതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതായത് ഒരു ചലഞ്ചിങ് പീരീഡും ആയിരുന്നു അത്രയും പേർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. സോ ഇറ്റ് വെന്റ് വെൽ ആക്ച്വലി. ആൻഡ് അതിനുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റ് വന്നൊരു ഇതായിരുന്നു. സ്റ്റിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അല്ലേ? ഓഫ് കോഴ്സ്. അത് പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, വൈശാഖേട്ടൻ ഇവിടുത്തെ ഒരു കോർപ്പറേറ്റ് ഷെഫാണ് ഓഫ് കോഴ്സ്. അത് മാത്രമല്ല ഇവിടെ നടക്കുന്ന ഓണേഴ്സ് സുഹൃത്തുക്കളാണ്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സും നോൺ ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എന്താണ് സുഹൃത്തുക്കളായതിന്റെ പേരിൽ? ഡിസ്അഡ്വാൻറ്റേജ് ആയിരിക്കും കൂടുതലും. ഫ്രണ്ട്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു പ്രഷറും പ്രശ്നങ്ങളും അവരുടെ അടുത്ത് മുഖം കറുപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. ഒന്ന് ഞാനും ജൂമി ഒരുമിച്ച് ഒരു 18 വർഷം നമ്മൾ ഒരുമിച്ച് പഠിച്ചാണ്. പിന്നെ വിനോദ് കസിനാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നല്ലപോലെ അറിയാം. കസിൻ പോലെയാണ് പുള്ളിക്കാരൻ. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാം. അപ്പൊ ആരെയും മുഖം കറുപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് എ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ആക്ച്വലി നമുക്ക്. ആൻഡ് എന്താ പറയാ, ഇറ്റ്സ് എ ഗുഡ് എൻവയോൺമെന്റ് ആക്ച്വലി. ഞാൻ ഇഷ്ടംപോലെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇറ്റ്സ് മൈ 11th ജോബാണ്. 11ാമത്തെ ജോലിയാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. കമ്പനിയാണ് ആക്ച്വലി. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് അല്ലേ? നമ്മുടെ കിച്ചണിൽ ഭയങ്കര റഷാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഷെഫിന് ഒരു ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം സദ്യയുടെ പ്രിപ്പറേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അല്ലേ? അപ്പം ഞാൻ വന്ന് ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഷെഫിന്റെ പണിക്ക് വിട്ടേക്കാം. സോ താങ്ക് യു ഷെഫ്. നല്ല ഫുഡ് ഉണ്ടാക്കുക, ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ അതിന്റെ അഭിപ്രായം പറയുന്നതായിരിക്കും. എനിവേ താങ്ക് യു ഫോർ ദ ടൈം കേട്ടോ. ഓക്കെ ബൈ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയുടെ UK യൂറോപ്പിന്റെ ആദ്യത്തെ വിഷു സെലിബ്രേഷൻ? ആദ്യമായി 24നോടും ഫ്ലവേഴ്സിനോട് ഒരുപാട് താങ്ക്സ്. കാരണം ഇങ്ങനൊരു ഇവൻറ്റ് ഹൗസ് ബോട്ട് ഡെർബിയിൽ വെച്ച് ചെയ്യാൻ നിങ്ങൾ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി. എല്ലാം വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ഗസ്റ്റ് എല്ലാം നല്ല രീതിയിൽ വന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. എസ്പെഷ്യലി ഫുഡും പിന്നെ എന്താ പറയുക, എസ്പെഷ്യലി താങ്കളുടെ ആങ്കറിങ് വളരെ നന്നായിട്ടുണ്ടായത്. എന്തായാലും എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഹൗസ് ബോട്ട് ഈ ഒരു ഡെർബി മാത്രമേ ഉള്ളൂ, അതോ വേറെ ഏതെങ്കിലും ബ്രാഞ്ചസ് നിങ്ങൾക്കുണ്ടോ? ഹൗസ് ബോട്ട് എന്ന് പറയുന്ന ബ്രാഞ്ച് നമുക്ക് ഡെർബി മാത്രമേ ഉള്ളൂ. നമുക്ക് കൊട്ടാരം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് നോട്ടിഹാമിലുണ്ട്. അതും സൗത്ത് ഇന്ത്യൻ, അത് പാൻ ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ്. അതായത് ഓൾ ഇന്ത്യൻ ഫുഡ് കൊടുക്കുന്ന. ഹൗസ് ബോട്ട് കംപ്ലീറ്റ്ലി ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ്. അതൊരു ഫോർമൽ റെസ്റ്റോറന്റും ഇതൊരു ഇൻഫോർമൽ സ്റ്റൈൽ ഓഫ് സർവീസ് റെസ്റ്റോറന്റുമാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ എത്ര നാളായി ഹൗസ് ബോട്ട് തുടങ്ങിയിട്ട് ഈ റെസ്റ്റോറന്റ് സാധ്യത ഇങ്ങനെ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ എത്ര നാളായി? ഇതാണോ നിങ്ങളുടെ കരിയർ? ആക്ച്വലി ഞാൻ 15 years ആയിട്ട് ഇൻഡസ്ട്രിയിലാണ്. ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് പല സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ തീരുമാനിക്കുന്നു. പിന്നെ ആദ്യത്തെ നമ്മുടെ പ്രോപ്പർട്ടി നോട്ടിഹാമിലാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിച്ചു നോക്കിയാൽ നമുക്ക് അടുത്ത ഒരെണ്ണം ഡെർബിയിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. അങ്ങനെയാണ് ഹൗസ് ബോട്ട് ഓപ്പൺ ചെയ്തത്. അത് വളരെ നല്ല വിജയകരമായി പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഓഫ് കോഴ്സ് നിങ്ങളുടെ ആംബിയൻസും നിങ്ങളുടെ ഇതാണ് ഔട്ട്ഡോർ വിച്ച് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ ക്ലൈമറ്റ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ആണ് ചില സമയത്ത്. ഇത് ബിയർ ഗാർഡൻ ആണ്. അതായത് നോർമലി ഇംഗ്ലീഷ് കൾച്ചർ അനുസരിച്ച് അവർക്ക് വെയിൽ വരുന്ന സമയമാകുമ്പോൾ അവര് ബിയർ കഴിക്കാൻ വേണ്ടി ഓപ്പൺ എയറിൽ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഓഫ് കോഴ്സ് ആ ഒരു കൾച്ചറും നമ്മുടെ അത് മിക്സ് ചെയ്തെടുത്തത് വാസ് സംതിങ് വാവ്. എന്തായാലും ഇറ്റ് വാസ് സോ അമേസിംഗ്. താങ്ക് യു ഗൈസ്. ഞങ്ങളെ ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു ഏരിയാസ് ഒരുക്കി തന്നതിനും സഹകരിച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ വിഷു സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫി എടുത്താലോ? എന്ത് പറയുന്നു? എന്നാ പോന്നേക്കോ ഒരു ഫോണ്. അപ്പം എല്ലാവരും നമ്മുടെ ഫ്ലവേഴ്സ് UK ആൻഡ് യൂറോപ്പ് വ്യൂവേഴ്സിന് ഒരു ഹാപ്പി വിഷു പറഞ്ഞേ. യെസ്, ഹാപ്പി വിഷു എവരിവൺ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സെലിബ്രേഷൻ. ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക, കാണുക, ആസ്വദിക്കുക. ബൈ.